പ്രിയേ പ്രിയേ നിനക്കൊരു ഗഹനം പ്രിയേ പ്രാണനിലൊഴുകും ഗഹനം പാടില്ല പാടില്ല നമ്മെ നമ്മൾ പ്രായം മറന്നൊന്നും ചെയ്തുകൂടാ. എന്നെ കഴിഞ്ഞ പിന്നെ സവാളയുടെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇയാൾക്ക് വേണ്ടി പ്രത്യേകം വാങ്ങി വെച്ചതാ. ഈ കുടിയൊന്നും നിർത്തണം കേട്ടോ. എന്നിട്ട് ദിവസവും 3 നേരവും നല്ല പശുവും പാല് വാങ്ങി ഞാൻ കാച്ചിത്തരാം. ആളൊന്ന് വെളുക്കുകയും ചെയ്യും. കറുപ്പിന് ഏതഴകാ മോളെ, കറുപ്പിനഴക്, കറുപ്പിനഴക്. നമുക്ക് ഈ കറുപ്പ് തന്നെ മതിന്നേ. ഇത് ഗ്യാരണ്ടി കളറാ, പോവൂല. ഇനി ഞാനൊന്ന് മനസ്സ് തുറക്കാം സുമി. സുമിക്ക് എന്നോട് ഹൃദയസ്പൃക്കായ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നിർഗളിക്കുന്ന യാഥാസ്ഥിതികമായ പ്രേമമാണോ ഉള്ളത്? തീർച്ചയായും. ഈശ്വര, തലയിലായോ? ഞാൻ എവിടെ വിളിച്ചാലും സുമി വരുമോ? ഹസ്ബൻഡോടും കുട്ടികളോടും ചോദിച്ചു നോക്കട്ടെ. നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഹസ്ബൻഡോ? ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എവിടെ വന്നു? ഇന്നലെ ജാമ്യത്തിലിറങ്ങി. ഏത് കേസ്? പാലാരിവട്ടം കൊലക്കേസ്. പാടില്ല പാടില്ല, നമ്മൾ തമ്മിലും പാരേ മാറന്നൊന്നും ചെയ്തുകൂടാ. പെങ്ങള് പോയിക്കോ. വെറുതെ അല്ല ചങ്ങമ്പുഴ രമണ എഴുതിയത്. ഹലോ. എന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാന്നൊരു തോന്നലുണ്ട് നിനക്ക്. അതിന് ചന്ദ്രു സമ്മതിക്കില്ല. സ്വപ്നം കാണാറില്ല ചന്ദ്രു, പക്ഷെ മോഹിക്കാറുണ്ട്. മോഹിച്ചാൽ എന്ത് മോഹിച്ചോ അത് ഞാൻ സാധിച്ചെടുക്കും. അതിന് ഏത് വഴി എനിക്ക് തടസ്സമാവില്ല, ഓർത്തോളൂ. ഞാൻ വർമ്മയുടെ രക്തത്തിൽ പിറന്നവളാണെന്ന് കരുതി അച്ഛനെ കയ്യിലെടുത്ത പോലെ എന്നെയും കയ്യിലെടുക്കാന്ന് കരുതണ്ട. കയ്യിലെടുക്കുക മാത്രമല്ല, എന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടും നാലക്കൽ തറവാട്ടിലെ സംഗീതവർമ്മേ, അതിൽ നിനക്ക് സംശയമുണ്ടോ? ചന്ദ്രുവിന് അറിയാലോ ഈ സംഗീത സാധാരണ പെൺകുട്ടികളെ പോലെയല്ലാന്ന്. ഒറ്റയ്ക്ക് ജീവിച്ച് നല്ല ധൈര്യം വന്നവളാ. പിന്നെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്നോണ്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു മരണത്തെ കുറിച്ച് ചിന്തിച്ചാലും ചന്ദ്രുവിന് വഴങ്ങുന്നു കരുതണ്ട. മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ കയ്യിൽ നീ തന്ന മുറിപ്പാടുണ്ടല്ലോ, അത് ഉണങ്ങുന്ന മുമ്പേ അതേ കയ്യിൽ സംഗീതാവർമ്മ എത്തിയിരിക്കും. കാണാൻ ചന്ദ്രുവിന്റെ കഴിവ് ഒട്ടും മോശമല്ല എന്റെ തീരുമാനങ്ങളും. ഞാൻ ചെയ്യിപ്പിച്ചോളാം. നീയൊക്കെ അവനെ ചീത്താക്കുന്നത്. നോക്കി എറിയണമെങ്കിൽ എറിയിട്ടോ. ആണായ ധൈര്യം വേണം, അല്ലെങ്കിൽ പാപ്പാ പണിക്ക് നടക്കരുത്. എനിക്ക് കുറച്ച് സംസാരിക്കുവാനുണ്ട്. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചു ഉപയോഗിക്കണം. തന്നെ ആര് ചതിച്ചുണ്ടാ? താൻ എനിക്ക് തരാനുള്ള കാശിന് വല്ല കണക്കുണ്ടോ? എന്റേത് കുടിച്ചു തീർത്തതിന് വല്ല കണക്കുണ്ടോ? അതിന് ഇത്രയും വലിയ ചതി? അത് ഞാൻ മുതലാക്കിയേ ഉള്ളൂ. സ്നേഹം പറഞ്ഞ് നീ എന്നെ കുടിപ്പിച്ച് ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചപ്പോഴും ഈ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ വീട് വെച്ചാ ചന്ദ്രു നീ കളിച്ചിരിക്കുന്നത്. ഞാൻ ജീവിതം കൊടുക്കേണ്ട ഒരു മോളുണ്ട് എനിക്ക്. തന്റെ മോൾക്ക് മാത്രമല്ല ജീവിതം, ഞങ്ങൾക്കൊക്കെ ഉണ്ട് ജീവിതം. അതിന് എന്റെ മോളൊന്ന് പിഴച്ചു. ഇപ്പൊ അതൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്നെ വർമ്മസാറിന് അറിയാലോ. വർമ്മസാർ പോ. വൈകിട്ടൊന്ന് സ്വസ്ഥമായിട്ട് കാണാൻ ഒന്നിറങ്ങി പോണം വർമ്മസാറേ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും വന്ന് തമ്പടിച്ചാൽ നിങ്ങൾ സമ്മതിക്കോ? 100% കരാർ ഒപ്പിട്ട് കാശും വാങ്ങി പറ്റില്ല എന്ന് പറയാൻ മാത്രം സംസ്കാരമില്ലാത്തവരല്ല ഞങ്ങൾ. ഓ, സംസ്കാരത്തിന്റെ കാര്യം ഇവിടെ പറയണ്ട. കൂടുതൽ വെള്ളത്തിലെടുക്കരുത്, നിങ്ങളുടെ സംസ്കാരം ഇവിടെ നടത്തിക്കളയും. എങ്കിൽ അതൊന്ന് കാണാം. ഏതായാലും വിചാരിച്ച കളർ തന്നെ കിട്ടി. രേഷ്മയുടെ കല്യാണം കേട്ടോ, പയ്യൻ ഡോക്ടർ. സംഗീത, ഒരു മിനിറ്റ്, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല. പക്ഷേ എനിക്കുണ്ടല്ലോ. നീ ഇങ്ങ് വാടി. ഇയാൾ കുറെ
കുറെ നാളായല്ലോ അവളുടെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്തോണ്ട് നടക്കുന്നു. ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യട്ടോ. കൊള്ളാം, നീ മിടുക്കിയ. ഒന്ന് പരിചയപ്പെടുത്തിയാ കൊള്ളായിരുന്നു. ഐ ആതിര, ആതിര നിവാസ്, ഐശ്വര്യ നഗർ. ഇനി എന്താ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം? എനിക്ക് വേണ്ടതേ ദാ ഈ സംഗീത വർമ്മയെ. അത് മാത്രം മതി എനിക്ക്. ഒരിക്കൽ നിന്നെ ഞാൻ കൊണ്ടുപോകുമടി. നടക്കില്ലടോ, അതൊക്കെ പണ്ട്. ഇതൊന്നും കണ്ട ഇന്നത്തെ ജനറേഷൻ പേടിക്കില്ല. നാണം കെടാതെ വേഗം വിട്ടോ. നിന്നെ എനിക്ക് ഇഷ്ടമായിട്ടോ. വരുന്നു കൂടെ. പോടാ വാടി. ഞാനൊരു ആപത്തിന്റെ നടുവില. നാളെ നിങ്ങൾ ഇത് പൊളിച്ചു തുടങ്ങിയ എന്റെയും മോളുടെയും അവസ്ഥ. ഞങ്ങൾക്കിത് പൊളിക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എല്ലാം അറിയാലോ വർമ്മ സാറിന്. മുഖത്ത് നോക്കി പറയുന്നതിന് വിഷമമുണ്ട്. ഞങ്ങൾ പൊളിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാ. നിങ്ങൾ ഇത് പൊളിച്ചാൽ പോകാനൊരിടമില്ലാത്തവരാ ഞാനും മോളും. ശരി, ഞങ്ങൾ സെറ്റപ്പായിട്ടൊന്ന് ആലോചിക്കട്ടെ. പോവാം. ആ ഓക്കെ സാർ. ആ അതെ അതെ, അത് 1 ലക്ഷത്തിന്റെ പോളിസിയാ. ആള് തട്ടിപ്പോയാ ഉടനെ കാശല്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ പേരിൽ ആ പോളിസി എടുത്തിരിക്കുന്നത്. 5 ലക്ഷത്തിന്റേതേ. കാരണം പുള്ളിക്കാരൻ ഏത് നിമിഷവും തട്ടിപ്പോകാവുന്ന ആളാണ്. അതാണല്ലോ കയ്യിലിരിക്കും. അവള് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ തട്ടിപ്പോയാ അവക്ക് 5 ലക്ഷം രൂപ കിട്ടുമെന്ന്. അത് ഈ ജന്മം നടക്കില്ല. എന്തായാലും 5 ലക്ഷത്തിന് ഇല്ല. അയ്യോ അതല്ല, ചേട്ടന് അടുത്തൊന്നും തട്ടിപ്പോവില്ല എന്നാ ഉദ്ദേശിച്ചത്. അതെ അതെ, മണ്ടന്മാരുടെ ദൈവം പന പോലെ വളർത്തുന്ന. പിന്നെ ചേട്ടാ, ഞങ്ങൾ വന്നതേ ഇസ്മായിൽക്ക പറഞ്ഞത് നാലകൽ തറവാട് ഉടനെ പൊളിച്ചു തുടങ്ങുന്ന. ഇസ്മയിലൊക്കെ മാത്രമല്ല ഞാനും പറയുന്നത് അത് തന്നെ. എന്താ അതിന് വല്ല തടസ്സമുണ്ടോ? അല്ല, ആദിത്യവർമ്മയുടെ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാണ്. മാത്രോ പൊളിച്ച് വീടിന്റെ കാശ് കിട്ടിയല്ലേ ബാങ്കിൽ നിന്ന് ആധാരം കൊടുക്കാൻ പറ്റൂ. ഇനി അങ്ങനെ ആധാരം കിട്ടിയെന്ന് വിചാരിക്കാം. നിന്റെ ചേച്ചിയുടെ കാര്യവും. അല്ല, അതിനൊന്നും തടസ്സം വരുന്ന കാര്യമല്ല ഞാൻ പറയണേ. വർമ്മ സാറിന് കുറച്ചും കൂടി സമയം കൊടുത്തൂടെ? നമ്മളിപ്പോ ചെകുത്താനും കടലിനും നടുവില. ഒരാൾ പിറന്നു വീണ തറവാട് പൊളിക്കണ കാര്യ. അതും ആലോചിക്കണമല്ലോ. ഏതായാലും അജി പറയുന്നല്ലേ, കുറച്ചു ദിവസം കാത്തിരിക്കാം. ഒരു നല്ല സെറ്റപ്പ് ദൈവം കാണിച്ചു തരായിരിക്കില്ല. ഓക്കെ സാർ, അത് കുഴപ്പമില്ല. നാളെ വൈകിട്ട് ഞാൻ റോയ് സാറുമായി ബന്ധപ്പെട്ടോളാം. ടെൻഷൻ അടിക്കണ്ട. ആന്നേ, റോയ് സാർ എവിടെയുണ്ടോ അവിടെ പോയി ഞാൻ ബന്ധപ്പെട്ടോളാം. പോളിസി കിട്ടുന്ന കാര്യല്ലേ, ബന്ധപ്പെടാതിരിക്കാൻ പറ്റുമോ? ഞാൻ ബന്ധപ്പെട്ടിരിക്കും. ബന്ധപ്പെട്ടെങ്കിലല്ലേ പോളിസി കിട്ടൂ. ഓക്കെ. എന്റെ പൊന്ന് സെറ്റപ്പേട്ട, ഇങ്ങനെ സംശയിക്കില്ല കേട്ടോ. ഒരു LIC ഏജന്റ് ആവുമ്പോ ഒരുപാട് പേരുമായി ബന്ധപ്പെടേണ്ടി വരും. ബന്ധം മീൻസ് കോണ്ടാക്ട്. പോളിസി എടുപ്പിച്ചോട്ടെ, പക്ഷെ ബന്ധപ്പെടാൻ പറ്റില്ല. ഇത് കണ്ട ബിസ്ക്കറ്റ് അതല്ല, സെറ്റപ്പേനെ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ചെറിയ കുട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഉടുപ്പൊക്കെ ഇട്ട് അതെ അതെ, വലിയ പെൺകുട്ടികൾ പോലും ഇപ്പൊ എല്ലാം കാണിച്ചോണ്ടാ നടക്കുന്നത്. കോളേജിലൊക്കെ ഇപ്പൊ ഫാഷൻ പരേഡ് അല്ലേ. അങ്ങനെ ആഭാസകരമായി നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ചെറുപ്പത്തിലേ ഞാൻ ഇവിടെ ഇത് ശീലിപ്പിച്ചിരിക്കുന്നത്. അതെന്റെ ഗുണമല്ല, എന്റെ അപ്പനപ്പന്മാരുടെ കാലം മുതലേ അങ്ങനെ. അതേസമയം എന്റെ വൈഫിന്റെ ഫാമിലി ഉണ്ടല്ലോ, മുഴുവൻ തുറന്നിട്ടോണ്ടാ നടക്കുന്നത്. മ്ലേച്ഛം. മോള് പൊക്കോ. മുൻവശം എന്റെ ഫാമിലി, പുറകുവശം അവളുടെ ഫാമിലി. ചന്ദ്രു, അജിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 2 ലക്ഷം നമ്മൾ തിരിച്ചു കൊടുത്താൽ അവരെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയും. അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയത് ശരി തന്നെ. അവന്റെ ഏട്ടൻ സുരേഷാണ് അത് വാങ്ങി തന്നതും. പക്ഷെ ഇപ്പൊ എന്റെ കൈ വേണ്ടേ? ചന്ദ്രു, സമയം 10:20. അവിടെ റോഡ് ബ്ലോക്കാണ്. കുഴവേ വർമ്മ സാറേ, ഞാൻ ഇപ്പൊ തിരക്കില്ല. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. പക്ഷേ വർമ്മ സാർ എന്റെ കൂടെ നിൽക്കണം. ഞാൻ എന്തും ചെയ്യാം ചന്ദ്രു, എന്തും. ശരി. പരശുരാം എക്സ്പ്രസ് 11 മണിക്ക് സൗത്ത് സ്റ്റേഷനിൽ എത്തും. തോമസ് മാത്യു വന്നിറങ്ങിയാൽ നേരെ കാർ പാർക്കിലേക്ക് പോകും. വെള്ള ബെൻസ് വണ്ടി എനിക്കറിയാം. ഇതിനു മുമ്പ് ഞാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളതാ. ചന്ദ്രു നോക്കിക്കോ, ഇത് ചാക്കോടെ കയ്യിൽ ഭദ്രമാണ്. എനിക്കിപ്പോ 2 പേരെ കൊണ്ടാ തലവേദന. ഒരു തോമസ് മാത്യുവും ഒരു ആദിത്യ വർമ്മയും. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടതല്ലേ ചന്ദ്രുവിനോട് ഉടക്കാൻ നിൽക്കരുതെന്ന്. നിന്റെ പ്രശ്നങ്ങൾ എനിക്ക് മാറി നിന്ന് കാണാൻ കഴിയില്ല സംഗീത.
എന്റെ പ്രശ്നങ്ങൾ, എന്റെ മനസ്സ്, അതൊന്നും എന്റെ അച്ഛന് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ നിനക്ക്? എന്റെ മനസ്സ് പറയണു എനിക്കിനി അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അതൊക്കെ നിന്റെ തോന്നലാ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ചന്ദ്രു. അയാള് പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സർപ്പ. ചന്ദ്രു സേവറ അവരിറങ്ങാണ്. അരമണിക്കൂറിനുള്ളിൽ അവളെയും കൊണ്ട് ഞങ്ങൾ വരും. ഓക്കെ? ആ, ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ നമ്മൾ പിരിഞ്ഞ ശേഷം എന്റെ സംശയമാണ് കേട്ടോ, എന്റെ പിന്നാലെ ഒരുത്തൻ ഒരു ക്വാളിസില് എന്നെ ഫോളോ ചെയ്ത് വന്നൂന്നേ. ആരോ എന്തോ. ദേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സൂക്ഷിക്കണോന്ന്? ആ, ഇത് ഓട്ടോ വരുന്നുണ്ട്. ഏയ് ഓട്ടോ, നീ കേറുന്നില്ലേ? ഇല്ല, എനിക്ക് നടക്കാനല്ലേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. അന്ന് കണ്ട ധൈര്യം ഇപ്പൊ കാണുന്നില്ലല്ലോ മോളെ. അന്ന് വലിയ ശൗര്യമായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? അവൾക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നെ വിട്ടേക്കും പ്ലീസ്, എനിക്ക് പോണം പ്ലീസ്, പ്ലീസ് എന്നെ വിട്ടേക്കും. പോകാം, വരട്ടെ. നമ്മൾ സംസാരിച്ചു വന്നതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ സംഗീതാവർമ്മയെ സ്വന്തമാക്കുന്നതിൽ ഏറ്റവും എതിർപ്പ് നിനക്കല്ലേ? അവളുടെ തന്തയ്ക്ക് പോലുമില്ല, പിന്നെ ആ നിനക്ക്. ഞാനൊരു പാവാട്ടോ. ചന്ദ്രൊരു സർപ്പ, എല്ലാ പകയും കൊണ്ടിടക്കുന്ന സർപ്പം. എന്ത് ചെയ്യാം? ജനറ്റിക് പ്രോബ്ലം, അതായത് ജന്മനാ കിട്ടിയതാ. അതാ അവസ്ഥ. ജനറ്റിക് പ്രോബ്ലം. എന്നെ ഒന്നും ചെയ്യരുത്. വാ വാ മോളെ. ആതിര ഇപ്പൊ ഭയങ്കര ടെൻഷനില്ല. അങ്ങോട്ട് നോക്കി. സുന്ദരമായ ഈ പ്രകൃതിക്ക് മുന്നിൽ നിന്റെ എല്ലാ ടെൻഷനും പോകും മോളെ. എന്ത് ഭംഗിയല്ലേ? നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ആസ്വദിക്കാം. യെസ് യെസ്, ജനറ്റിക് പ്രോബ്ലം. എന്നെ വിട്ടേക്ക്. വേണ്ട, എന്നെ വിട്ടേക്ക്. അങ്ങോട്ട് മാറി, ഒന്ന് മാറിയത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ പോലീസുണ്ട്. എനിക്കറിയാം, ഇതൊക്കെ അവന്റെ പണിയാ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ മരണം നിന്നെ ഒലിച്ചു കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കരുത്. എനിക്കിത് സഹിക്കാൻ വയ്യ. അജി ശ്രദ്ധിച്ചു അങ്ങോട്ട്. ആ സംഗീത ആകെ വിഷമത്തില. അതിനിപ്പോ ഞാനെന്ത് വേണം? ഒന്നുപോയി സമാധാനിപ്പിക്കായിരുന്നു. കാണാൻ കൊള്ളാവുന്ന പെൺകുച്ചങ്ങളെ കണ്ണു നിറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റൂല. നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കണേ? അത് പിന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിന് നീ കർത്താവല്ലല്ലോ, കർത്താളല്ലേ. പിന്നെ തോന്നിയ പോലെ നടന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസാനം. അതെ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? ഈ മന പൊളിക്കാൻ. അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. എന്നാലും നമ്മളോട് താമസിക്കല്ലേ? അത് അവരുടെ ചെലവിലൊന്നല്ലല്ലോ. ദേ, എനിക്ക് തന്നെ ഉണ്ട് 100,000 പ്രശ്നങ്ങൾ. എനിക്ക് എന്റെ കുടുംബം വലുത്. ആ